ഡോൾസ് കണ്ടിന്യൂ ചെയ്യാം. കാർഡ് ഗെയിം. ചൂസ് 2, 3 or 4 cards. ടോട്ടൽ ഷുഡ് ബി 20. ഇവിടെ കുറേ കാർഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, നമ്പർ കാർഡ്സ്. അതിൽ 2, 3, 4 കാർഡ്സ് വീതം ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ടോട്ടൽ എത്രയായിരിക്കണം? ആ നമ്പർ കാർഡ്സ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 20 ആയിരിക്കണം. ദ വിന്നർ വിൽ ഗെറ്റ് ദ ടോയ് ആസ് എ പ്രൈസ്. എന്താണ്? വിജയിക്ക് സമ്മാനമായിട്ട് പാവേനെ കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി ദ കാർഡ്സ് ഐ ടുക്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതോ 2 നമ്പർ കാർഡ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 നമ്പർ കാർഡ്സ് നമുക്ക് തന്നിരിക്കുന്നത് 2 നമ്പർ കാർഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടുമെന്നാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും ആ 2 കാർഡ്സ് നമ്മൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് നമ്പർ കാർഡ് 12 അല്ലേ. 12 എടുത്തു കഴിഞ്ഞാൽ 12ന്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്താലും നമുക്ക് 20 കിട്ടുക. 8 അല്ലേ. അപ്പോൾ 8 എന്ന നമ്പർ കാർഡ് ഉണ്ടോ നോക്കുക. ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 12 + 8 20 എന്നെടുക്കാം. ഇതൊക്കെ 2 നമ്പേഴ്സ് ആണോ ആഡ് ചെയ്യുമ്പോഴാണോ 20 കിട്ടുന്നത്, അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം കേട്ടോ. 5 ഉണ്ട്. 5 എന്നുള്ള നമ്പർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5ന്റെ കൂടെ ഒരു 15 ആഡ് ചെയ്താലാണല്ലേ 20 കിട്ടുക. പക്ഷെ 15 നമ്പർ കാർഡ് ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ഉണ്ട്. 1ന്റെ കൂടെ 19 ആഡ് ചെയ്യണം. 19 നമ്പർ കാർഡ് ഇല്ല. പിന്നെ അടുത്ത് 16 വെച്ച് ചെയ്യാം അല്ലേ. 16ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 16ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ 16 + 4 = 20. അങ്ങനെ നമുക്ക് ഏതൊക്കെയാണോ നമ്പർ കാർഡ്സ് ആണോ ഉള്ളത് അതിൽ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണോ 20 കിട്ടുക അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം കേട്ടോ. ദെൻ അടുത്തത് നോക്കൂ. 4 നമ്പർ കാർഡ്സ് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ 4 നമ്പർ കാർഡ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ വരാം? 12 എടുത്തു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമ്പർ കാർഡ് 12 അല്ലേ. 12ന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ കാർഡ് 5 ആണ്. 12ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ എത്രയായി? 17 ആയി അല്ലേ. ഇത്രയും കൂടി വേണം. 3യും കൂടി ആഡ് ചെയ്താലല്ലേ 20 കിട്ടുക. പക്ഷെ ഇവിടെ നമ്പർ കാർഡ് 2 എണ്ണം വേണം. 3നെ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 1ഉം 2ഉം എടുക്കാമല്ലോ. അപ്പം നമുക്ക് എന്തായി? 12 + 5 + 1 + 2 20 അല്ലേ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 5 എടുത്തു വിചാരിക്കാം. 5ന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്താൽ 10 ആണ്. ബാക്കി കൂടി വേണം 10 വേണം. 10ന് നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ 4ഉം 6ഉം ആവാം, അല്ലെങ്കിൽ 7ഉം 3ഉം ആവാം, അല്ലെങ്കിൽ 8, 2 അങ്ങനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഏതൊക്കെ നമ്പർ കാർഡ്സ് എടുത്താലും 20 ആവാം? 5 + 5 10 ആയി. ദെൻ പ്ലസ് എന്ത് ചെയ്യാം? 8 + 2 എടുത്താൽ പോരെ. അല്ലെങ്കിൽ 5 + 5 10 ആയി. പ്ലസ് 7 + 3 20 ആണല്ലോ. അങ്ങനെ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 5 + 5 ചെയ്യാം. പ്ലസ് 6 + 4 എടുത്താലും 20 ആണ്. അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അടുത്ത് തന്നിരിക്കുന്നത് 3 കാർഡ്സ് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 12 എടുക്കാം കേട്ടോ. 12 എടുത്തു എന്നുണ്ടെങ്കിൽ 12ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 12 + 5 നെക്സ്റ്റ് നമ്പർ കാർഡ് 5 ആണല്ലോ. 12 + 5 എത്രയാണ്? 17 ആണല്ലേ. ദെൻ ഒരു കാർഡും കൂടി മതി. 3 കാർഡ്സ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കാർഡും കൂടി എന്ന് പറയുമ്പോൾ 17ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 20. അപ്പോൾ 3 എടുത്തിട്ട് നമുക്ക് 20 അങ്ങനെ എഴുതാം. അപ്പോൾ 12 + 5 + 3 20 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5 എടുത്തു എന്ന് വിചാരിക്കാം. 5ന്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 15 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ 15 നമുക്ക് എന്ത് ചെയ്യണം? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 5 എടുത്തു, ഒരു നമ്പർ കാർഡ് ഫില്ലായി. ഇനി 15 വേണം 20 കിട്ടാനായിട്ട്. അപ്പോൾ 15 നമ്മൾ 2 നമ്പർ കാർഡ്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം? 14ഉം 1ഉം എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 13ഉം 2ഉം എടുക്കാം. അങ്ങനെ നമുക്ക് 3 കാർഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അരവിന്ദ് ഗോട്ട് 20 ഫ്രം 3 കാർഡ്സ്. ദ കാർഡ്സ് ഹി ടുക്ക് ആർ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അരവിന്ദിന് 3 കാർഡ്സിൽ നിന്ന് 20 കിട്ടി. അവൻ എടുത്ത കാർഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയായിരിക്കാം? മുമ്പേ നമുക്ക് തന്ന നമ്പർ കാർഡ്സ് ഇല്ലേ, അതിൽ നിന്ന് 3 കാർഡ്സ് എടുത്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ 3 കാർഡ്സും കൊണ്ട് 20 ആവാം? 12 എടുക്കാം, 5 എടുക്കാം, 3 ആവാം. അല്ലെങ്കിൽ 3 കാർഡ്സ് എന്ന് പറയുമ്പോൾ 5 എടുക്കാം, 1 എടുക്കാം. അപ്പോൾ എത്രയായി? 5ഉം 1ഉം 6 ആയി അല്ലേ. ഇതിന് എത്രയും കൂടി വേണം 20ലേക്ക് ആവാനായിട്ട്? 14 വേണം. 14 നമ്പർ കാർഡ് ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ 14 എടുക്കാം. അപ്പോൾ 5ഉം 1ഉം 14 ആവാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 16 ആണെങ്കിൽ എന്ത് ചെയ്യാം? 16ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 4 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 4ന് നമ്മൾ 3 നമ്പർ കാർഡ്സ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ 4നെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4നെ ഒന്നുമില്ലെങ്കിൽ 1ഉം 3ഉം ആക്കാം, അല്ലെങ്കിൽ 2ഉം 2ഉം ആക്കാം കേട്ടോ. നോക്കൂ, 2 ഉണ്ട് അല്ലേ. 2 എന്നുള്ള നമ്പർ ഉണ്ട്. 2 പ്രാവശ്യം ഉണ്ടായിരുന്നു നമ്പേഴ്സ്. കണ്ടോ, നമ്പർ കാർഡ്സ് 2 2 ഉണ്ട് കേട്ടോ. ഇത് ലൈല ഗോട്ട് 12 ഫ്രം 4 കാർഡ്സ്. ദ കാർഡ്സ് ഷീ ടുക്ക്. അതായത് ലൈലയ്ക്ക്
4 കാർഡ്സിൽ നിന്ന് 12 കിട്ടി. അപ്പോൾ ഏതൊക്കെ കാർഡ്സ് ആണ് അവൾ എടുത്തത് എന്നാണ് കേട്ടോ. ദ കാർഡ്സ് ഷീ ടുക്ക് നമ്മൾ എഴുതണം. 4 കാർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 എടുക്കാൻ പറ്റില്ല. 12 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു കാർഡേ അല്ലേ ഉള്ളൂ. നമുക്ക് 4 കാർഡ്സ് ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്പർ നമ്പർ കാർഡ് ഏതാണ്? 5 അല്ലേ. 5ഉം 1ഉം എടുത്തു എന്ന് വിചാരിക്കുക. 5ഉം 1ഉം എടുത്താൽ എത്രയായി? 6 ആയി അല്ലേ. ദെൻ എത്രയും കൂടി വേണം 12 ആവാനായിട്ട്? 6ൻ്റെ കൂടെ ഒരു 6ഉം കൂടി വന്നാലല്ലേ 12 ആവുക. അപ്പോൾ ആ 6നെ നമ്മൾ 2 കാർഡ്സ് ആക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ 4ഉം 2ഉം ആക്കാം അല്ലേ. അങ്ങനെ 6 അല്ലേ. അല്ലെങ്കിൽ 5ഉം അഗെയിൻ 1ഉം ആക്കാം അല്ലേ. 5 1 5 1 ആയാലും എന്തായി? 12 ആയി അല്ലേ. നെക്സ്റ്റ് സോനു took 2 cards and he got 17. വാട്ട് ആർ ദ കാർഡ്സ്? സോനു 2 കാർഡ്സ് എടുത്തു, അവന് 17 കിട്ടി അല്ലേ. ഏതൊക്കെയാണ് കാർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് 2 കാർഡ്സ്? നമ്മൾ 12 എടുത്തു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമ്പർ കാർഡ് 12 ആണ്. 12ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 17 കിട്ടുക? 5 അല്ലേ. 12 + 5 ആവാം = 17. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1ഉം 16 ആക്കാം അല്ലേ. 1 എന്ന നമ്പർ കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ 1 + 16 ആക്കാം. അതും 17 ആണ്. അല്ലെങ്കിൽ 3 + 14 അതും 17 ആണല്ലോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഗെറ്റ് 15 ഫ്രം 3 cards. വാട്ട് കാർഡ് ഷുഡ് വി ചൂസ്? അതായത് 3 കാർഡ്സിൽ നിന്ന് നമുക്ക് 15 കിട്ടണമെങ്കിൽ ഏതൊക്കെ കാർഡ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഏതൊക്കെ കാർഡ്സ് ചൂസ് ചെയ്യാം? 3 കാർഡ്സ് എന്നാണല്ലേ 15 കിട്ടേണ്ടത്. 12 ആണെന്ന് എടുക്കണം ഉപയോഗിക്കുക. ഫസ്റ്റ് നമ്പർ കാർഡ് 12 ആണെങ്കിൽ ബാക്കി 12ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 15 കിട്ടുക. ഇനി 3നെ നമ്മൾ 2 കാർഡ്സ് ആക്കി മാറ്റണം അല്ലേ. നമുക്ക് എങ്ങനെ 3നെ 2 കാർഡ്സ് ആക്കി മാറ്റുക? 1ഉം 2ഉം. അപ്പോൾ ഏതൊക്കെ കാർഡ്സ് ആ? 12 + 1 + 2 = 15 ആണല്ലോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 + 5 + 5 അതും 15 ആണല്ലോ. 5ൻ്റെ 3 നമ്പർ കാർഡ്സ് ഉണ്ട് കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 13 + 1 + 1 15 അങ്ങനെ ആക്കാം അല്ലേ. 15 ആക്കുക എന്ന് പറയുമ്പോൾ 15 ഉണ്ടെങ്കിൽ 15 എടുക്കാൻ പറ്റില്ല. 15 എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു നമ്പർ കാർഡേ വേണ്ടുള്ളൂ. അതിന്റെ ചുവടെയുള്ള 14 എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എന്താ? 14ൻ്റെ കൂടെ 1 ആണ് ആഡ് ചെയ്താലാണ് 15 കിട്ടുക. പിന്നെ ഒരു നമ്പർ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ 30 എന്നുള്ള നമ്പർ കാർഡ് ഇവിടെ ഇല്ലേ എന്നുള്ളത് നോക്കണം കേട്ടോ. നമ്പർ കാർഡ്സ് ഇല്ലേ? 1ൻ്റെ നമ്പർ കാർഡ്സ് 2 ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇവിടെ 3 നമ്പർ കാർഡ്സ് ഉണ്ട് 1ൻ്റെ കണ്ടില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആ നമ്പർ കാർഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. വിനിത took 3 cards. For the price, what other card should she take? വിനിത 3 കാർഡ്സ് എടുത്തു. പ്രൈസ് തന്നെ ആയിട്ട് മറ്റേത് കാർഡ് വേണം അവൾ എടുക്കാനായിട്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 13 + 4 + 1 പിന്നെ ഒരു നമ്പർ കാർഡ് ബ്ലാങ്ക് ആണല്ലേ നമ്മൾ കണ്ടെത്തണം കേട്ടോ. = 20. അപ്പോൾ എന്താ വരിക? 13ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര വരിക? 17 കിട്ടണു. 17ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 18 കിട്ടി. 18ൻ്റെ കൂടെ ഏത് നമ്പർ കാർഡ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക? 2 അല്ലേ. അപ്പോൾ 2 എന്നുള്ള നമ്പർ കാർഡാണല്ലേ അതവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.